നമസ്കാരം. ITR ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ക്ലാസ് പോസ്റ്റ് ചെയ്ത മുൻ വീഡിയോകളിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ റിട്ടേൺ ഫയൽ ചെയ്ത് നമുക്കറിയാം 5 സ്റ്റെപ്പാണ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ളത്. അതിൽ 4 സ്റ്റെപ്പ് കഴിഞ്ഞ് 5ാമത്തെ സ്റ്റെപ്പ് കൂടി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വാലിഡേഷനിലേക്ക് പോകുന്നു. ഈ വാലിഡേഷനിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു എറർ മെസ്സേജ് ചിലർക്കൊക്കെ വരാറുണ്ട്. അത് ഒരു എറർ ആകാം, ചിലപ്പോൾ ഒന്നിലധികം എറേഴ്സ് ആകാം. അപ്പോൾ ഇങ്ങനെ വാലിഡേഷൻ സമയത്ത് ഈ എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കില്ല. വെരിഫൈ ചെയ്താൽ മാത്രമേ നമ്മുടെ ടാക്സ് റിട്ടേൺ കംപ്ലീറ്റ് ആവുകയും ഉള്ളൂ. അപ്പോൾ ഏത് എറർ വന്നാലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എല്ലാ എറേഴ്സിനും ഒരേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇങ്ങനെ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ഏത് പ്രൊസീജിയർ ഉപയോഗിച്ച് നമുക്ക് ആ എറേഴ്സ് റെക്ടിഫൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, ഇവിടെ ഒരു എറർ വന്നിരിക്കുകയാണ്. ഈ എറർ ഏത് പേജിലാണ് വന്നിരിക്കുന്നത്? നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ പല പേജുകൾ കടന്നാണ് വരുന്നത്. അതിൽ ഏത് പേജിലാണ് ഈ എറർ വന്നിരിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു കോളം നമ്പർ 4 എന്ന് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ കോളം നമ്പർ 4 എവിടെയാണ്? അവിടെ എന്താണ് അവർ പറഞ്ഞിരിക്കുന്ന എറർ? നമ്മുടെ ഡിഡക്ഷൻ നടത്തിയിരിക്കുന്നത് ഏത് വർഷത്തേക്കാണ്, ഏത് സാമ്പത്തിക വർഷത്തേക്കാണ് എന്നുള്ളത് നമ്മളവിടെ നോട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് പേജിലാണ് ഇത് ഉള്ളത് എന്നറിയാൻ നമുക്ക് ബാക്കിലേക്ക് പോയാൽ പറ്റും. പക്ഷേ അതിനേക്കാൾ വളരെ എളുപ്പമായ ഒരു മാർഗ്ഗമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ എററിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ആ എറർ ഏത് പേജിലാണോ വന്നിരിക്കുന്നത് ആ പേജിലേക്ക് നമ്മൾ പോകും. ആ പേജിൽ നിന്ന് നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയും. അത് നമുക്ക് പ്രാക്ടിക്കലായി നോക്കാം. സാധാരണഗതിയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു സിമ്പൽ ഇവിടെ ഉണ്ടാകും, ഒരു ഫിംഗർ ഐക്കണെങ്കിലും കാണേണ്ടതാണ്. ഇവിടെ അതുമൊന്നുമില്ല. നമ്മളിവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് ഇയർ ഓഫ് ടാക്സ് ഡിഡക്ഷൻ, അതായത് കോളം നമ്പർ 4 കാണുന്നത്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക. 2025-26 നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ. സെലക്ട് ചെയ്യുന്നു, സേവ് കൊടുക്കുന്നു. അതിനുശേഷം കൺഫേം ചെയ്യുന്നു. പിന്നീട് അതിന് ശേഷമുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതുകൂടി നമ്മളിവിടെ ടാക്സ് പെയ്ഡ് ആയിട്ടുള്ള ആ ഒരു പേജാണ് നമ്മളിവിടെ കൺഫേം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി തൊട്ട് താഴെയുള്ള ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്ന ആ സ്റ്റെപ്പ് നമ്മൾ ഒന്നുകൂടി കൺഫേം ചെയ്യണം. സെലക്ട് ചെയ്യുന്നു, കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ യു ആർ എലിജിബിൾ ഫോർ എ റീഫണ്ട് ഓഫ് 4160. തൊട്ട് താഴെ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേൺ ടിക്ക് ചെയ്യുന്നു. സ്ഥലം എൻ്റർ ചെയ്തു. പ്രൊസീഡ് ടു വാലിഡേഷൻ സക്സസ്ഫുൾ. നേരത്തെ ഈ സ്റ്റെപ്പിൽ എന്താണ് വന്നിരുന്നത്? ഒരു എറർ മെസ്സേജാണ് വന്നിരുന്നത്. അത് മാറി ഇപ്പോൾ വാലിഡേഷൻ സക്സസ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് പ്രിവ്യൂ കൊടുക്കാം. പ്രൊസീഡ് ടു വാലിഡേഷൻ കൊടുക്കുന്നു, പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ കൊടുക്കുന്നു. ബാക്കി സ്റ്റെപ്പുകൾ നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഒരു എറർ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതിനെ റെക്ടിഫൈ ചെയ്യുന്നത്. എങ്ങനെയാണ് ആ എറർ റെക്ടിഫൈ ചെയ്യുന്നത് എന്ന് കുറേ പേർ ചോദിച്ചിരുന്നു. അതാണ് നമ്മളിവിടെ റെക്ടിഫൈ ചെയ്തിരിക്കുന്നത്. അതിനുള്ള എളുപ്പമാർഗ്ഗമാണ് ഇവിടെ പറഞ്ഞു തന്നത്. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പരമാവധി ആൾക്കാർക്ക് ഈ ഒരു മെസ്സേജ് ലഭിക്കട്ടെ, അതിനുവേണ്ടി ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.